കേരള ബ്ലാസ്റ്റേഴ്സ് FC അഭൂതപൂർവമായ ആരാധക പിന്തുണ കൊണ്ട് ലോകമെമ്പാടും ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. ഈ വസ്തുത ഫുട്ബോൾ ലോകത്തെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുമുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടിയാൽ സ്റ്റേഡിയം ഒരു മഞ്ഞക്കടലായി മാറും എന്നത് ഉറപ്പാണ്. നിരവധി ആരാധകരാണ് അവരുടെ തടസ്സങ്ങളും തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി പരക്കുന്നത്. ലിവർപൂൾ ക്ലബിന്റെ ആരാധക കൂട്ടായ്മ പോലെ സംഘടിതവും ശക്തവുമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. മഞ്ഞപ്പടയാണ് ഈ ടീമിന്റെ ശക്തിയെന്ന് താരങ്ങളും കോച്ചുമാരും ഊന്നി പറയാറുമുണ്ട്. ഇതിനെ ന്യായീകരിക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ ഹോം റെക്കോർഡും ഹോം അറ്റൻഡൻസും. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് 10 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ 7 എണ്ണത്തിലും വിജയം ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരുന്നു. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ എത്തിയത് പതിനായിരങ്ങളാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഔദ്യോഗിക കണക്കുകളിൽ രേഖപ്പെടുത്തുന്നതിലും അധികം ആളുകൾ സ്റ്റേഡിയത്തിൽ ഉണ്ടാകാറുണ്ടെന്ന വാദവും ആരാധകർ ഉയർത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ ചില കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ ISL സീസണിൽ ഒരു മത്സരത്തിൽ ഏറ്റവും അധികം ആളുകൾ കളി കാണാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയിലല്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കണക്കുകളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് കൊൽക്കത്തയുടെ സ്റ്റേഡിയമായ സാൾട്ട് ലേക്ക് ആണ്. 62,000 ആളുകൾക്ക് മുകളിലാണ് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം കാണാൻ കൊൽക്കത്തയിൽ എത്തിയവരുടെ എണ്ണം. രണ്ട് തവണയാണ് ഈ സീസണിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയത്. രണ്ട് തവണയും 62,000 കാണികൾക്ക് മുകളിൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. ലിസ്റ്റിൽ ആദ്യത്തെ 2 സ്ഥാനവും കൊൽക്കത്ത ഡെർബി സ്വന്തമാക്കിയപ്പോൾ 3-ാം സ്ഥാനവും മഞ്ഞപ്പടക്കല്ല. 3-ാം സ്ഥാനവും സ്വന്തമാക്കിയത് കൊൽക്കത്തയുടെ മറ്റൊരു മത്സരമാണ്. മോഹൻ ബഗാൻ ആദ്യ സെമി ഫൈനലിന്റെ 2-ാം പാദത്തിൽ ഹൈദരാബാദിനോട് ഏറ്റുമുട്ടിയപ്പോൾ കളി കാണാൻ എത്തിയ ആളുകളുടെ എണ്ണം 500,000 മുകളിലാണ്. ഈ കണക്കുകൾ പുറത്തു വന്നപ്പോൾ നിരാശരാകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെയാണ്. ISLലെ ഏറ്റവും മികച്ച ഫാൻസ് എന്ന് വിലയിരുത്തുമ്പോഴും കൂടുതൽ കാണികൾ മറ്റൊരു സ്റ്റേഡിയത്തിൽ എത്തുന്നുവെന്നത് പൊതുവെ അവരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ആരാധകർ തിരിച്ചറിയണം. ഒരുപക്ഷെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ റെക്കോർഡുകളെല്ലാം കീഴ്മേൽ മറിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാകുമെന്നത് 100% ഉറപ്പാണ്. സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചതിനാൽ അധികം ആളുകൾക്ക് കളി കാണാനും സാധിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. എന്തുതന്നെയായാലും ബ്ലാസ്റ്റേഴ്സും മഞ്ഞപ്പടയും ISLന്റെ നിലനിൽപ്പിനുള്ള പ്രധാന ഘടകം തന്നെയാണ് എന്നത് ISL അധികൃതർ പോലും പൂർണ്ണമായും ശരിവെച്ച കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഏറ്റവും അധികം ഫാൻസ്, സോഷ്യൽ മീഡിയ ഇന്ററാക്ഷനുള്ള ഏഷ്യയിലെ 3-ാമത്തെ ക്ലബ്ബും ഇന്ത്യയിലെ 1-ാമത്തെ ക്ലബ്ബും ബ്ലാസ്റ്റേഴ്സ് ആണ്. ഏറ്റവും അധികം ന്യൂസ് മേക്കിംഗ് നടത്തുന്നതും ബ്ലാസ്റ്റേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ്. ഈ സീസണിലെ എന്നല്ല, ഏത് സീസണിലെയും ഏറ്റവും വലിയ ന്യൂസ് മേക്കർ ആകുന്നതും കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെയാണ്.